കണ്ണാടി ഒരു വിഷയമായിരിക്കുമോ? ഞാൻ എന്തായാലും ഇവിടെ എനിക്കിപ്പം അങ്ങൊന്നും ഇടാണ്ട് എനിക്ക് പറ്റാത്തൊരവസ്ഥ. കണ്ണ് പിടക്കും കിടന്നുകൊണ്ട് പൊന്നെ അങ്ങനത്തെ കുഴപ്പമുണ്ടോ? എനിക്ക് ഈ കണ്ണ് എനിക്ക് എന്താ അറിയോ, ഞാനിപ്പോൾ ജിമ്മിൽ പോകുന്ന സമയത്ത് അതെന്താ പറഞ്ഞപ്പോൾ ജിമ്മും വിടാത്ത എന്താ ഞാൻ എൻ്റെ കണ്ണിനെ ഇതാക്കുക. അതായത് കുറേ നേരം കണ്ണാടി ഇട്ടിട്ട് നമ്മുടെ കണ്ണ് പ്രവർത്തിക്കുന്നില്ലല്ലോ പ്രവർത്തിക്കേണ്ട രീതിയിൽ. വീക്ക് ആയതുകൊണ്ടല്ലേ? ഇല്ല, എനിക്ക് പോയി കുറച്ചു നേരം കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എനിക്ക് ഇവിടെ അടുത്തിരിക്കുമ്പോൾ വിഷയം, എനിക്കിപ്പോൾ കണ്ണ് എനിക്കൊന്ന് സ്ക്രീനിൽ നോക്കുന്നതോടെ വിഷയം തോന്നുന്നു. എനിക്ക് ആദ്യം പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര തലവേദനയായിരുന്നു. ഞാനിപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഇതൊക്കെ ആ തലവേദന മുഴുവൻ മാറി അതിനകത്ത്. എന്നാലും എനിക്ക് അഡാപ്റ്റ് ആവാൻ പറ്റിയിട്ടില്ല. എനിക്ക് കൺഫ്യൂഷൻ. ഇപ്പം എനിക്ക് കണ്ണട ഇട്ടിട്ട് ഊരുമ്പോൾ ഭയങ്കര വർഷം കുറച്ചു നേരം ഇത് പുറത്തേക്ക് പോയി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡിയാവും, ഏകദേശം റെഡിയാവും. കാരണം എനിക്കൊന്നും നമ്മൾ കണ്ണ് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചിന്താവിഷയം എന്താണ്? എന്നോടൊന്നും ചിന്തിക്കണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞ ഇതിനങ്ങ് പറഞ്ഞ എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ് ഡ്രീം ബൈക്ക്. അതാണ് ഇന്നത്തെ വിഷയം. ഡ്രീം ബൈക്ക് എന്താണ് ഡ്രീം ബൈക്ക്? ശരിക്കുള്ള ചോദ്യം ഡ്രീം ബൈക്ക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ എന്നുള്ളതാണ്. അതെ, ഞാൻ ചോദിച്ചത് എന്താണ് നിന്റെ കൺസെപ്റ്റിൽ, എന്താണ് നിന്റെ ചിന്തയിൽ എന്താണ് ഡ്രീം ബൈക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ചെറുപ്പത്തിൽ പൊതുവെ ആൺകുട്ടികൾക്കാണ് ഈ വാഹനങ്ങളോടും ഇങ്ങനത്തെ സംഭവങ്ങളോടൊക്കെ ഒരു താല്പര്യവും ഇൻകൃതിയും ഉണ്ടാവുക. അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. നമ്മുടെ ബയോളജിക്കലി നമ്മൾ അങ്ങനത്തെ ഇതിനോട് കുറച്ചും കൂടെ താല്പര്യമുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടാണ് വിടുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ നമുക്കിങ്ങനെ നമ്മൾ സിനിമയിൽ കാണുമ്പോൾ ഒരു സാധനം കാണുമ്പോൾ അത് വാങ്ങണം, അങ്ങനത്തെ ഒരു മൈൻഡിൽ നമ്മൾ ഉണ്ടാക്കും. പക്ഷെ ഇപ്പോൾ ഇത്രയും പ്രായമായി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രീം ബൈക്ക് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ ശരിക്കും പറഞ്ഞ ഒരു മാർക്കറ്റിംഗ് ആണ്. എൻ്റെ ഒരു ചിന്തയിൽ ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിംഗ് ആയി മാറിയിട്ടുണ്ട്. അതായത് കമ്പനികൾക്ക് ഓരോ വാഹനങ്ങൾ സാധാരണക്കാരനോ അല്ലെങ്കിൽ പണക്കാരനായിക്കോട്ടെ ഇവർക്ക് വിൽക്കാൻ വേണ്ടിയുള്ളൊരു മാർക്കറ്റിംഗ് ആക്കി മാറ്റി ഈ ഡ്രീം ബൈക്ക് എന്നുള്ളത്. അതായത് അവരുടെ പരസ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഓരോ കുടുംബങ്ങളിലും ആ ഒരു വാഹനം എത്തുന്നതോടെ ആ കുടുംബം മാറി മറയുന്ന രീതിയിലുള്ള ഇതാണ്. അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അല്ല ഞാൻ ചോദിച്ചത്, നീ അതിന്റെ വേറെ രീതി ഇങ്ങനെ ആലോചിക്കണ്ട. നീ അതാ പറഞ്ഞേ. അപ്പൊ എന്താന്ന് ശരിക്കും അതിനെപ്പറ്റി എന്റെ അതാണ് ഞാൻ പറയുന്ന കാര്യം ഇതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞ ഈ ഡ്രീം ബൈക്ക് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല. പക്ഷെ ഇവിടെ അതിന് ഞാൻ രണ്ടായിട്ടാണ് ചിന്തിക്കുന്നത്. ഡ്രീമും ഉണ്ട്, ബൈക്കും ഉണ്ട്. ഈ ബൈക്ക് അച്ചീവ് ചെയ്യാൻ പോകുന്ന ആ ഒരു യാത്രയുണ്ടല്ലോ, നമ്മളൊരു സാധനം ഇഷ്ടപ്പെട്ടു, അത് വാങ്ങാൻ പോകുന്ന ആ യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡ്രീം എന്ന് പറയുന്നത്. അതിനാണ് രസമുള്ളൂ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം അതാണ്. നമ്മളൊരു കാര്യം ആഗ്രഹിച്ച് നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെട്ട് അത് നേടിക്കഴിഞ്ഞാൽ തീർന്നു. ആ നേടുന്ന വരെയുള്ള ആ പോക്കാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ഒരു സാധനം ഇല്ല ഡ്രീം ബൈക്ക്. കാരണം നമുക്ക് ഒരിക്കലും നമ്മുടെ ആഗ്രഹം മനുഷ്യന് അവസാനിക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് നോക്കുമ്പോൾ അവിടെ കാണും ഒരു സാധനം, അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ നോക്കും. അല്ല, അത് മനുഷ്യൻ്റെ പൊതുവേ നമ്മുടെ ഒരു നമ്മൾ ഇവോൾവ് ആയി വന്നതിൻ്റെ ഒരു ഇതാണ്. നമുക്ക് ഒന്ന് എത്തിക്കഴിഞ്ഞാൽ അടുത്ത് നേടി പിടിക്കുക എന്നുള്ളത്. അതെ, അപ്പോൾ അടുത്ത മല കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ഉള്ളിലുള്ള ഒരു സംഭവമാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, എൻ്റെ ചോദ്യം ഇപ്പോഴും അതെന്താന്ന് പറഞ്ഞാൽ നിന്നെ സംബന്ധിച്ചോളം എന്താണ് ഡ്രീം? അതാ പറഞ്ഞേ. അപ്പൊ അങ്ങനെ ഒരു സാധനം ഇതിന്റെ പുറകിലുള്ള, അതായത് മറ്റേ അല്ല ഇതാണ് ഞാൻ കമ്പനികൾ നമ്മളെ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതും അതൊക്കെ വിട്ടിട്ട് ഇത് പറഞ്ഞത് നിന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതാ പറഞ്ഞാണ് ഈ ലോകത്ത് അങ്ങനെ ഒരു സാധനം ഇല്ല. ഡ്രീം ബൈക്ക് എന്ന് പറഞ്ഞൊരു ഒറ്റ സിംഗിൾ ബൈക്ക് ആർക്കും ഉണ്ടാവില്ല. കാരണം നമ്മളത് നേടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഐഡിയയിൽ അങ്ങനെ ഒരു സാധനം ഇല്ല. പക്ഷെ ഒരു സാധനമുണ്ട്, ഡ്രീം. അതാണ് നമ്മളെ മനുഷ്യരെല്ലാവരും മുമ്പോട്ട് വയ്ക്കുന്നത്. അതാ ഞാൻ പറയുന്നത്. എൻ്റെ ഐഡിയയിൽ ഡ്രീം ബൈക്ക് എന്നൊരു സാധനം. പണ്ട് ഞാനിങ്ങനെ കുറേ ഇഷ്ടമുള്ള ബൈക്കുകൾ ഉണ്ടായിരുന്നു എനിക്ക്. അതായത് എനിക്ക് ധൂം കണ്ടിട്ട് എനിക്ക് ഹയാബൂസ അതെനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. അതെൻ്റെ ഡ്രീമിൽ വാങ്ങണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ബൈക്ക്. അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എനിക്ക് ഉറപ്പാണ്, ഞാൻ ആ ബൈക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ 2-3 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അടുത്ത ഡ്രീം തുടങ്ങും. സാധനം നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രണയിക്കുന്നവരിങ്ങനെ പറയും അത് പൊന്നിന് കഴിഞ്ഞു എന്ന് പറഞ്ഞത്. അതായത് പെണ്ണിനെ നമ്മൾ സ്വന്തമാക്കുന്ന ആ ചേസാണ്. പോയി ബസ് സ്റ്റോപ്പിൽ കാത്തുനിന്ന് വായി നോക്കി
അവിടെ നിന്ന് അയ്യോ പോയി ആദ്യമായിട്ട് പോയി സംസാരിച്ച് ആദ്യമായിട്ട് ഇഷ്ടം പറഞ്ഞു വിറച്ച് പോയി ഇഷ്ടം പറഞ്ഞ് പിന്നെ ആ ഇഷ്ടം തിരിച്ചു കിട്ടുമെന്നുള്ള കാത്തിരിപ്പ്, എന്നിട്ട് ഇതെല്ലാം കഴിച്ചിട്ട് മാസങ്ങളോളത്ത് തെണ്ടി തിരിഞ്ഞ് നടന്ന് കഷ്ടപ്പെട്ടിരുന്ന് പെണ്ണ് തിരിച്ചിഷ്ടാന്ന് പറഞ്ഞതോടെ കഴിഞ്ഞു. പിന്നെ നോക്കുമ്പോ വേറെ അതുവരെ ഉണ്ടായിരുന്ന ഇംഗ്രീതി സന്തോഷം എല്ലാം മാറിയിട്ട് പിന്നെ വേറൊരിതാണ്. അപ്പൊ എൻ്റെ ഇതിൽ ഞാൻ പറയുന്നതാ, എനിക്ക് സത്യം പറഞ്ഞാൽ കുറെ എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വണ്ടികൾ ഇഷ്ടമായതുകൊണ്ട് ഞാൻ പണ്ടും ഇത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും വാഹനങ്ങൾ, വ്യത്യസ്ത എഞ്ചിനുകളല്ല വ്യത്യസ്ത തരത്തിലുള്ള വാഹനങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യുക. അതാണ് എൻ്റെ ഡ്രീം. സ്വന്തമായിട്ട് വാങ്ങണം എന്നുണ്ടോ അതോ വേറെ ആരുടെയും? ഇപ്പൊ നമുക്ക് ചിലതൊക്കെ എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. നമുക്ക് ലോകത്തിലുള്ള എല്ലാ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വാഹനങ്ങളുടെ എല്ലാം നമുക്ക് വാങ്ങാൻ ഒരു ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗിക്കുക. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം. അതാണ്. ഇനി പൊന്നൻ എന്നോട് ചോദിച്ചാണല്ലോ, പൊന്നൻ എന്തായാലും ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ ഇതിന്റെ, എന്താ പൊന്നന്റെ ഒരു ഐഡിയ ഡ്രീം? അല്ല, എനിക്കിതാണ്, എനിക്കങ്ങനെ ഒരു ഡ്രീം ബൈക്ക് ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു വണ്ടി എന്ന് പൊതുവെ ആൾക്കാർ പറയുന്നുണ്ടല്ലോ, ആൾക്കാരെപ്പോഴും പറയല്ലോ, ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ്, നമ്മൾ ആഗ്രഹിച്ച ഓരോ വണ്ടികൾ വാങ്ങുക എന്നുള്ളതാണ് എൻ്റെ സ്വപ്നം. അതായത് ഞാൻ എപ്പോഴും പറയാറില്ല, എനിക്ക് എന്ന് പറയുന്നത് കുറേ വണ്ടികൾ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന വണ്ടികളുണ്ട്. അതാണ് എന്നെ സംബന്ധിച്ചുള്ള ഇത്. അപ്പോൾ എനിക്കെപ്പോഴും കുറേ വണ്ടികളുണ്ട്. ആ വണ്ടികളെല്ലാം വാങ്ങി വെക്കുക. നമ്മളിങ്ങനെ എൻ്റെ സ്വപ്നം ഇതാണ്, രാവിലെ ഇങ്ങനെ ഇതാക്കി ഒരു കാപ്പിയൊക്കെ എടുത്ത് ഇറക്കുമ്പോഴേക്കും വണ്ടികൾ ഇങ്ങനെ മുറ്റത്ത് നിറച്ച് വണ്ടികൾ, അത് കാണുന്നൊരു സന്തോഷം. ഇപ്പോൾ നമ്മളിപ്പോൾ ഓരോ തരുമ്പോൾ അവിടെ ഇറങ്ങുമ്പോൾ നമ്മുടെ പോർച്ചിൽ മുഴുവൻ ഇരിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂട്ടർ, ബൈക്ക്, ഇതെല്ലാം അവിടെ നിറഞ്ഞിരിക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം. ഇതെല്ലാം നമ്മൾ വാങ്ങിയതാണ്, അത് നമുക്കൊരു സന്തോഷം. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള അതാണ് എൻ്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ വീണ്ടും പറഞ്ഞാണ്. അപ്പൊ നീ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, ഈ ഡ്രീം ബൈക്ക് കോൺസെപ്റ്റ് ഇല്ല, കമ്പനി ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് പരസ്യം കാണിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യമാണ്. നമുക്ക് ഡ്രീം നേടിയെടുക്കണം. നമുക്ക് എല്ലാവർക്കും ഡ്രീം ഉണ്ട്, ആഗ്രഹമുണ്ട്, അതാണ് നമ്മൾ മുമ്പോട്ട് നയിക്കുന്നത്. അതായത് സ്വപ്നം. അതായത് ഈ കമ്പനികൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇതാക്കിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് പോരാ, ഇത് വേണം. അപ്പൊ അടുത്ത കമ്പനി എന്ത് ചെയ്യും, അതിൽ വലിയ ഇറക്കിയിട്ട് അത് പോരാ, ഇത് വേണം. അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞപ്പോ മാനിപ്പുലേറ്റ് ആരും പറഞ്ഞോളൂ. പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നില്ല, മറ്റേ ഡോമിനോ ഇറങ്ങിയ സമയത്ത് ആനപ്പുറത്ത് മറ്റേ വന്നിട്ട് ബുള്ളറ്റിന് പരസ്യമുണ്ട്. ഏതാണ് സംഭവം? പക്ഷെ അപ്പൊ റോയൽ എൻഫീൽഡ് ഹിമാലയൻ കാണിച്ചത്, മറ്റുള്ള ഒരു വണ്ടിയും പോകാത്ത സ്ഥലത്തേക്ക് അവര് ആദ്യം കൊണ്ടിറങ്ങി. ഇപ്പൊ എല്ലാവരും ഹിമാലയത്തിലേക്ക് പോകുക. ശ്രദ്ധിച്ചോ, ഇപ്പൊ ഇറക്കുന്ന വണ്ടികളല്ലേ ഹിമാലയത്തിലേക്ക് പോവുക. ഇനി നോക്കി അടുത്ത റോയൽ എൻഫീൽഡ് എവറസ്റ്റ് കയറ്റും. അതാണ് നടക്കാൻ പോകുന്നത്. അവരുടെ ബൈക്ക് കൊണ്ട് എവറസ്റ്റ് കയറും. അതായത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയില്ല, ഈ കോൺസെപ്റ്റിന്റെ ഒരു കുഴപ്പമില്ല. ശരിക്കും ഡ്രീം ബൈക്ക് അല്ലെങ്കിൽ ഡ്രീം കാർ എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് തോന്നുന്നു, ഞാൻ വിചാരിക്കുന്നില്ല. അതായത് ആഗ്രഹങ്ങളുണ്ട് എല്ലാവർക്കും. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താൽക്കാലിക കുറച്ച് സമയത്തേക്ക് നമ്മൾ കാണുന്ന ഒരു സ്വപ്നമാണ്, അതൊരു ആഗ്രഹമാണ് നമ്മുടെ. അതായത് നമ്മളെ മുമ്പോട്ട് നയിക്കുന്ന ഒരു സാധനം, ഒരു കൊളുത്ത് മാത്രമാണ്. അതെ, അല്ലെങ്കിൽ കുറച്ച് ഗ്യാസ് എന്ന് പറയാം. നമ്മളിതാക്കുന്ന ഒരു ഊർജ്ജമാണത്. അതായത് നമുക്കൊരു ഇതാണ്, ഉന്മേഷത തരുന്ന, നമുക്ക് പ്രചോദനം തരുന്ന ഒരു ഘടകമാണത്. അത് നമുക്ക് ചിലപ്പോൾ ആ വണ്ടിയിലേക്ക് അത് എത്തിയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ കുറേ മുന്നോട്ട് വയ്ക്കും. അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് വീട്ടുകാരെയൊക്കെ നോക്കി കഴിയുമ്പോൾ അത് മുന്നോട്ട് എത്തി. ചിലപ്പോൾ അത് വാങ്ങാൻ ത്രാണിയാകുമ്പോഴേക്കും അതിലും വലിയ വണ്ടി വാങ്ങാൻ കെൽപ്പാകും. അതാണ് സംഭവം. അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതിന്. അതാണ്. പിന്നെ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, എന്നെ സംബന്ധിച്ചപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, ഇപ്പം ഞാൻ ഒരു ബൈക്ക് വാങ്ങിച്ചു, ഞാനൊരു കാര്യം, എനിക്ക് സ്വന്തമായിട്ട് ഒരു വാഹനം വാങ്ങണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം ഞാൻ നേടി. അത് കഴിഞ്ഞ് എൻ്റെ ആ ഒരു ആഗ്രഹം നിന്നു. ഇപ്പോഴത്തെ എൻ്റെ ആഗ്രഹം എന്താണെന്നറിയോ, ആ വാഹനം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പൊ എന്റെ പുതിയ ലക്ഷ്യം അതായി. അപ്പൊ ഞാൻ അതിനുവേണ്ടി പറ്റും അത് മോഡിഫൈ ചെയ്യുക, യാത്ര ചെയ്യുക. നമ്മളത് നമ്മുടെ ആഗ്രഹങ്ങൾ മാറുന്നത്. എനിക്ക് വണ്ടി വാങ്ങുന്നതിന് മുന്നേ ഇതായിരുന്നു ആഗ്രഹം. അതായത് കുറെ വണ്ടികൾ വാങ്ങണം. ഒരു വണ്ടി വാങ്ങി കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ആ വണ്ടി വാങ്ങിയിട്ട് പരമാവധി ഉപയോഗിക്കും. ഇപ്പോഴും ഞാൻ മനസ്സിലാക്കിയെടുത്ത 4 വർഷമായിട്ട് ആ വണ്ടി മര്യാദയ്ക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതെ, ആ വണ്ടി ഉപയോഗിക്കേണ്ട രീതിയിൽ മര്യാദയ്ക്ക് ഉപയോഗിച്ചിട്ടില്ല. അത് ഉപയോഗിച്ച് കഴിഞ്ഞാലേ കാര്യമുള്ളൂ. അതെ. അപ്പോൾ ഒരു വണ്ടി വാങ്ങുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 50,000 കിലോമീറ്ററെങ്കിലും ഓടിക്കണം, എന്നാലാണ് ആ വണ്ടി നമ്മൾ ശരിക്കൊന്ന് ഉപയോഗിച്ചെന്നെങ്കിലും ഒന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ വണ്ടി 20,000 ആവുന്നുള്ളൂ. 4 വർഷമായിട്ട് ഈ ലോക്കൽ ഓട്ടം ഇടയ്ക്കും തലയ്ക്കും പോകുന്ന ഓട്ടം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്
അത് ഉപയോഗിച്ചിട്ട് അടുത്ത ഡ്രീമിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് ചിലത് തോന്നാറ്. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഈ നമ്മുടെ കയ്യിലുള്ള സാധനം കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ അപ്പുറത്ത് ചെയ്യാൻ പറ്റും. നമുക്ക് അതൊരു ലക്ഷ്യം വേണം, അതിനൊരു ആഗ്രഹം വേണം. നമ്മുടെ ബെൻ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം. പുള്ളി 7 കൊല്ലമില്ല ആ വണ്ടി ഉപയോഗിച്ച് പുള്ളി അതിനെ മാറ്റി. അതിനിപ്പോ വേറൊരു വണ്ടി, ആ വണ്ടി എന്ന് പറഞ്ഞാൽ ഹിമാലയന്റെ DNA വളരെ കുറവാണ്. അതായത് വേറൊരു സാധനമായി മാറി. അവിടെ ചേട്ടായി ചെയ്തത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അച്ചീവ് ചെയ്തു. അടുത്ത ഡ്രീം എന്താ, ഏറ്റവും നല്ല വാഹനമാക്കി അതിനെ മാറ്റുക എന്നുള്ള ഒരു പാഷനും ഡ്രീമുമാണ്. അപ്പൊ ശരിക്കും അതായിരിക്കണം ഡ്രീം. അതായത് സ്വപ്നം എന്തായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചൊരു വണ്ടി വാങ്ങിയിട്ട് അതിനെ പരമാവധി ഉപയോഗിച്ച് അതിൻ്റെ പൊട്ടൻഷ്യൽ എല്ലാം പുറത്തെടുത്ത് അത് പിന്നീട് കുറേ കാലം ഉപയോഗിച്ച് കഴിഞ്ഞ് കാണുമ്പോൾ ഓ ഞാൻ ഇതുകൊണ്ട് ഇതൊക്കെ ചെയ്തു എന്നൊരു സംതൃപ്തി എത്തിക്കണല്ലേ, അത് എത്തണം അതിലേക്ക്. അതിന് വേറെ പക്ഷേ ഇതാണ്, കമ്പനികൾ വർഷാവർഷം വണ്ടികൾ ഇറക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അപ്പോൾ നമ്മുടെ ആൾക്കാരെന്താണ് ഈ പരസ്യവും ഇതും കാണിച്ച് ആൾക്കാർ അടുത്തതിലേക്ക് ഓടുകയാണ്. ഏത് എനിക്ക് തോന്നുന്നു. പക്ഷേ അതിനേക്കാട്ടിലും കൂടുതൽ ആൾക്കാരുടെ മൈൻഡ് മാറ്റി സംഭവിക്കുമെന്ന് ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒക്കെയാണ്. അതായത് എനിക്ക് തന്നെ ചില സമയത്ത് തോന്നാറുണ്ട്, ഞാനിപ്പോൾ എക്സ്പൾസ് സ്കൂട്ടറിന് അധികമായിട്ടില്ല ഇറങ്ങിയിട്ട്. അപ്പാച്ചയുടെ ഞാൻ വണ്ടി എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ RTR ഇറങ്ങി, അല്ല RTX 300 ഇറങ്ങി. കുറച്ച് വില വ്യത്യാസമുള്ള പക്ഷെ കുറേ ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ് അത്. നമ്മുടെ എന്താ പറയുക, നമ്മളിത് കുറേ നേരം കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമ്മൾ വണ്ടി എടുത്ത് ഒരു മണ്ടത്തരായോ, ഇത് എടുത്ത കുറച്ചും കൂടെ പൈസ കൊടുത്ത് ഇതെടുത്ത് ചില സമയത്ത് എനിക്ക് തോന്നൽ വരുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യായം പറയുന്ന ഈ ഡ്രീമിനെ കുറിച്ച് പറയുന്നത് എൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനത്തെ സംശയങ്ങൾ ഇത് കണ്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ അപ്പൊ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ നോർമലായിട്ട് കാണുന്ന ഇപ്പൊ ഒരു എക്സ്പൾസ് പോലും ഇല്ലാത്ത ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എന്ത് കൺഫ്യൂഷൻ ആയിരിക്കും ആലോചിച്ചൊക്കെ. ഞാൻ ചിന്തിക്കുന്ന കാര്യമാണ്, എത്ര പേര് ഇതേപോലെ ഇങ്ങനെ കുറെ ഓപ്ഷൻസ് വന്നിട്ട് കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്നവരുണ്ടാവും വണ്ടി വാങ്ങാതെ. അതെ, അതിനെന്തായിരുന്നു ചോയ്സ് പാരാലിസിസ് അങ്ങനെ എന്തോ ഒരു ഇത് പറയും. എൻ്റെ ഒരു ഫോമോയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് വേറൊന്ന്, അതായത് ഈ സംഭവം എന്താന്ന് പറയുമ്പോൾ എന്താ ചോയ്സ് പാരാലിസിസ് അങ്ങനെ എന്തോ ഒരു കൺസെപ്റ്റ്. അതായത് കുറെ അതായത് നമ്മുടെ മുന്നിൽ കുറെ തരത്തിലുള്ള സാധനങ്ങൾ ഇടിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് തെരഞ്ഞെടുക്കണം എന്നുള്ളതിലൊരു ഇത് വരും. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 5 കൊല്ലത്തിനിടയിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ വാഹനങ്ങൾ വ്യത്യസ്ത സ്റ്റൈലിൽ കുറെ ഇത് ഇറക്കിയത് ADV സ്റ്റൈൽ ബൈക്കുകളാണ്. അത് ഒരിക്കലും ഇല്ലാത്ത പോലത്തെ രീതിയിൽ കമ്പനികൾ എല്ലാവരും ADVയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ റോയൽ എൻഫീൽഡ് തന്നെ എനിക്ക് കഴിഞ്ഞ ആ കോവിഡിന് ശേഷം എത്ര വേരിയന്റ് വണ്ടികൾ ഇറക്കിയേ, വാഹനങ്ങൾ ഇഷ്ടംമാതിരി ഇറങ്ങിക്കൊണ്ടിരിക്കും. അതായത് ഒരു വണ്ടി വാങ്ങിയിട്ട് ഒരു മനുഷ്യനത് ഉപയോഗിക്കാനുള്ള ഒരു ഇത് കിട്ടില്ല. അപ്പോഴേക്കും ഇത് ആൾക്കാർ വേറെ വാങ്ങി ഇൻസ്റ്റഗ്രാം, ഇത് യൂട്യൂബ്, ഫേസ്ബുക്ക്, പിന്നെ പരസ്യങ്ങൾ, TV ഇതെല്ലാം കൂടെ കാണിച്ചിട്ട് ആൾക്കാരെ അങ്ങ് വിഷമിപ്പിക്കുകയാണ്. ഇപ്പം എക്സ്പൾസ് വാങ്ങിയ സമയത്ത്, നമ്മുടെ ഇത് വാങ്ങിയ സമയത്ത് എന്തായിരുന്നു, ആൾക്കാർ എൻജിൻ കംപ്ലൈൻറ്റ്, മറ്റേ ഇത് കംപ്ലൈൻറ്റ്, ഹെഡ് കംപ്ലൈൻറ്റ്, പിന്നെ എന്താ സ്റ്റാൻഡിന് കംപ്ലൈൻറ്റ്, പിന്നെ എന്തൊക്കെയോ പണ്ടാരങ്ങൾ പറയുന്നുണ്ടായിരുന്നല്ലോ. നമ്മുടെ വണ്ടിക്ക് യാതൊരു കുഴപ്പമില്ല, ഓടിക്കേണ്ടാലും നല്ല രീതിയിൽ ഓടിക്കുന്നുണ്ട്. ആൾക്കാരെന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ അത് മാത്രം പറയുള്ളൂ. പിന്നെ നമുക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ, അതായത് മറ്റേ ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കണ്ണിലും നമ്മുടെ അതുണ്ടെങ്കിൽ നമുക്കും പ്രശ്നം തോന്നാൻ തുടങ്ങും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, എക്സ്പൾസിന് കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ കംപ്ലൈൻറ്റ് ഉണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കമ്പനി അതിൻ്റെ ഹെഡിൻ്റെ ഡിസൈൻ ഇപ്പം മാറ്റിയിട്ടാണ് വണ്ടി ഇറക്കുന്നത്, എന്നിട്ടും പ്രശ്നമുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞ ഇതാണ്, അതൊരു വലിയ പ്രശ്നമാണോ, വണ്ടി പൊട്ടിത്തരുന്ന ഒരു പ്രശ്നമാണോ? അങ്ങനെ ഒരു പ്രശ്നമില്ല. വണ്ടിയുടെ പെർഫോമൻസ് കുറയും. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയൊക്കെ വാങ്ങിയിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ആൾക്കാർ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കത്തില്ല. ഒരു വണ്ടി വാങ്ങിക്കഴിഞ്ഞിട്ട് വേറെ ആളുടെ അഭിപ്രായം കേട്ടുന്നു കഴിഞ്ഞാൽ ആ വണ്ടിയെ നമ്മൾക്ക് ഇപ്പം നീ ഒരു വണ്ടി വാങ്ങിയിട്ട് ഞാൻ വാങ്ങിയ വണ്ടിക്ക് ഞാൻ പറയാം എൻ്റെ വണ്ടിക്ക് കുഴപ്പം മാത്രമല്ല, നിന്നോട് പറഞ്ഞാൽ നിനക്ക് സംശയം, പിന്നെ ഞാൻ വാങ്ങിയ വണ്ടിക്ക് പിന്നെ നിനക്ക് കേൾക്കുന്ന ചെറിയ എല്ലാം പ്രശ്നമായിരിക്കും. നമ്മളൊരു വണ്ടി വാങ്ങി നമ്മളത് ഓടിക്കുക. ഇപ്പം നമ്മൾ ഈ വണ്ടി വാങ്ങിയിട്ട് ആൾക്കാരെന്താ നമ്മളെന്തെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ ഈ ആൾക്കാർ പറയുന്നതിലൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. ആ വണ്ടി പിന്നെ കേൾക്കുന്ന ഒച്ചയെല്ലാം നമുക്ക് പ്രശ്നമാണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ വണ്ടി നേടിയവരുള്ള ആഗ്രഹം, അത് കഴിഞ്ഞിട്ട് വണ്ടി ആസ്വദിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതാൻ പറ്റില്ല. ഈ സ്വപ്നം എന്തായിരിക്കണം എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ച് വാങ്ങിയ വണ്ടി ഉപയോഗിക്കുക എന്നുള്ളതായിരിക്കണം സ്വപ്നം. അതായത് എൻ്റെ ഇങ്ങനത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ശരി ഒരു വിവാഹം പോലെയാണ്.
വിവാഹത്തിൽ നമ്മൾ പല കോംപ്രമൈസും ചെയ്യേണ്ടി വരും ചില സമയത്ത്, ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടി വരും. ഒരു ഹാപ്പിനെസ്, സന്തോഷം ഉണ്ടാവണമെങ്കിൽ ഇതെല്ലാം വേണം. വാഹനത്തിന്റെ കാര്യത്തിൽ ഇതൊന്നും പെർഫെക്റ്റ് അല്ല. ഈ ഹിമാലയൻ നമ്മളെ 411 ഏറ്റവും ഇന്ത്യയിൽ ഫേമസ് ആയ വണ്ടിയാ. ഞങ്ങളുടെ 411 ഇപ്പോഴും ഇടയ്ക്ക് ടാപ്പറ്റിന്റെ ഒച്ച വരാറുണ്ട്. പക്ഷെ അത് നമുക്കൊരു ഒച്ച മൈൻഡ് ആക്കാറില്ല. ആ വണ്ടി ഒരു പിന്നെ ഏറ്റവും വലിയ രസം അറിയാം, നമ്മുടെ ഹിമാലയന്റെ എന്താന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇടയ്ക്ക് എഞ്ചിൻ ലൈറ്റ് കത്തും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇടയ്ക്ക് കത്തും. അതെ, ഇതേപോലത്തെ ആൾക്കാരാണെങ്കിൽ അത് കണ്ട് ഞാൻ അപ്പോ ഷോറൂമിലേക്ക് ഓടും. അതെ, പക്ഷെ നമുക്കറിയാം ആ എഞ്ചിൻ ലൈറ്റ്, അതായത് അത് വെറുതെ വന്നിട്ടുണ്ടെങ്കിൽ എന്തേലും ചെറിയ സെൻസറുകൾക്ക് എന്തെങ്കിലും അത് കുറച്ച് മണിക്കൂറിനുള്ളിൽ തിരിച്ചു പോകും. അത് റോയൽ എൻഫീൽഡുകൾക്ക് പൊതുവെ ഉള്ള ഒരു സ്വഭാവമാണ്. ഞാൻ കേട്ടെ, കഴിഞ്ഞ ദിവസം ജെറിൻ എന്നോട് വിളിച്ചിട്ട് ഇതേപോലെ ചോദിച്ചായിരുന്നു, അവൻ്റെ പുതിയ വണ്ടിയിൽ കത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഒരു ദിവസം വെയിറ്റ് ചെയ്ത് ഓടിച്ചു കഴിയുമ്പോൾ വണ്ടി തന്നെ അത് പോവുകയാണെങ്കിൽ പേടിക്കേണ്ടത് സ്ഥിരമുള്ളതെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ട് നിൽക്കുകയാണെങ്കിൽ ഷോറൂമിലോട്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഇത് നമുക്ക് ശീലമായത്. ഇപ്പം ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട് പേടിക്കുന്ന ആൾക്കാർ. അല്ലാതല്ല, ഞാൻ പറയാം, ഒരു സാധനം പെർഫെക്റ്റ് അല്ല. ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഇതുപോലെയാ. നമ്മൾ ചിലത് സാക്രിഫൈസ്, ചില അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ നമ്മൾ പഠിക്കണം. ഇപ്പോൾ ഞാൻ എക്സ്പൾസ് എടുത്ത് നമ്മൾ 1000-2000 കിലോമീറ്ററിൻ്റെ നമ്മളൊരു വീഡിയോ ഇട്ടപ്പോൾ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു, അതായത് ഈ വണ്ടി എടുക്കണം നമ്മൾ കുറേ സാക്രിഫൈസ് ചെയ്യണം. അതായത് ഇതിന് ഷോറൂമുകൾ കുറവാണ്, പാർട്സ് കിട്ടൽ കുറവാണ്, പുതിയ വണ്ടിയാണ്, പ്രശ്നങ്ങൾ വരും. ഇതെല്ലാം മൈൻഡിൽ വെച്ചുകൊണ്ട് നമ്മൾ എടുക്കാൻ തയ്യാറാവണം. ഇത് എന്ത് പറഞ്ഞാലും അവർ അത്രയും രൂപയുടെ ബൈക്ക് ഇറക്കി എന്ന് പറഞ്ഞാലും ഹീറോ ആണ് ശരിയാ, എല്ലാം ശരിയാ, നമ്മൾ ഈ വണ്ടി പുതിയ വണ്ടിയാ, അതിന് പ്രശ്നങ്ങൾ വരുമെന്ന് തീരുമാനിച്ചെടുക്കണം. അതല്ല, പൈസക്ക് ഇത്രയും നല്ലൊരു വണ്ടി എന്ന് പറഞ്ഞ മാർക്കറ്റിൽ ഇല്ല. ഇവരുടെ സെഗ്മെന്റിൽ ഈ നല്ലൊരു വേറെ വണ്ടി ഇല്ല. നീ വേറെ ആലോചിച്ചു, പണ്ട് ഹിമാലയൻ ഇറങ്ങിയ പോലെ ഇവരുടെ ഈ സെഗ്മെന്റിൽ പോവാം. അതെ, ഇത്രയും പൈസ കുറവില് ഇത്രയും മറ്റേ ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള ഇത്രയും പവറുള്ള എഞ്ചിൻ വണ്ടി വേറെ ഇല്ല. പിന്നെ കുറച്ചും കൂടെ പൈസ RTX. പക്ഷെ ബാക്കി പിന്നെ വരുന്നല്ലേ 400cc, നീ 250cc വേറെ ഒരു വണ്ടി വരുന്നില്ല. പിന്നെ വരുന്ന മുഴുവൻ 3-4 ലക്ഷം രൂപയുടെ വണ്ടികളാണ് വരുന്നത്. അപ്പം എന്താന്ന് ചെറിയ കോംപ്രമൈസുകളൊക്കെ നടത്തണം. അല്ല, ഞാൻ പറയില്ല, ഇത് നമ്മളൊന്നും അങ്ങനെ ചിന്തിക്കരുത്. പിന്നെ ആൾക്കാരിങ്ങനെ ശരിയാ, നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങി പ്രശ്നം വരുമ്പോൾ നമുക്ക് എന്താ പറയുക ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ്, നമ്മൾ ആദ്യമായിട്ട് പുതുതായിട്ട് ഇറങ്ങിയ ഒരു ബൈക്ക് വാങ്ങുമ്പോൾ അത് പെർഫെക്റ്റായി കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുക. കാരണം ആ ഫസ്റ്റത്തെ 1-2 കൊല്ലം ടെസ്റ്റിംഗ് പീരീഡാണ് ബൈക്കുകളുടെ. ഈ ഹിമാലയൻ 411 തന്നെ പൊതുവെ ഒരു ഫസ്റ്റ് ബാച്ച് വണ്ടികളിലെല്ലാം എന്തെങ്കിലും കംപ്ലൈന്റുകൾ നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം അത് മാസ് ടെസ്റ്റ് നടത്താത്ത വണ്ടികളാണ്. ആ ഒരു ഫസ്റ്റ് സെക്കൻഡ് ബാച്ച് വണ്ടികൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആൾക്കാർ ടെസ്റ്റ് നടത്തി എന്നാലാണ് ആ കമ്പനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനനുസരിച്ച് ഫീഡ്ബാക്ക് കിട്ടും. കാരണം ഇവർ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 1-2 ആൾക്കാരെ ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ മാസ് മാർക്കറ്റിലെ ആൾക്കാർ എല്ലാവരും ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലുള്ളത് ഓരോരുത്തരുടെ റൈഡിങ് രീതിക്ക് അനുസരിച്ച് എന്താ വ്യത്യാസം, അവർ ഇതെന്താ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത്. 411 ഇറങ്ങിയ സമയത്ത്, ആദ്യമായിട്ട് ഇറങ്ങിയ സമയത്ത് ABS ഉണ്ടായിരുന്നില്ല, പിന്നെ അതിന് കാർബറേറ്റർ ആയിരുന്നു. പക്ഷെ ഒരാൾക്ക് കാർബറേറ്റർ കുറച്ചുകൂടെ നല്ലതൊക്കെ വണ്ടിക്ക്. പക്ഷെ ഞങ്ങൾ എടുത്തതെന്ന് പറഞ്ഞാൽ ഇതിന്റെ BS6 അവസാനത്തെ മോഡലാണ്, പുതിയ മോഡൽ എടുത്തത്, 21 മോഡല്. സ്ക്രാമൊക്കെ അത് എത്തിയപ്പോഴേക്കും അവരെന്ത് ചെയ്തു, ഫ്യൂൽ ഇഞ്ചക്റ്റഡ് ആക്കി, ഒരു ട്രിപ്പർ പോഡ് കൊണ്ടുവന്നു, പിന്നെ എന്താ പറയുക കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് ആക്കി, മാറ്റങ്ങൾ വരുത്തി. ഷാസിയുടെ ഇത് ജോമെട്രി തന്നെ കുറെ മാറ്റിയവര്, കുറച്ചും കൂടെ സ്ട്രെങ്ത് ഒക്കെ കൂട്ടി ഇതാക്കി. അതായത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കാലത്തിന്റെ ഇടയിൽ കിട്ടി കസ്റ്റമർ ഫീഡ്ബാക്ക് എല്ലാം എടുത്ത് അത്രയും കൊല്ലം കൊണ്ടാണ് ആ വണ്ടി അത്രയാക്കി. അത് കഴിഞ്ഞിട്ട് ആലോചിച്ച് നോക്കുക, ആ എഞ്ചിൻ അവർ ഒഴിവാക്കിയില്ല. അവരതിപ്പോ കഴിഞ്ഞതിന്റെ മുമ്പത്തെ കൊല്ലം സ്ക്രാം 411 440 എന്ന് പറഞ്ഞിട്ട് ആ സെയിം എഞ്ചിൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിപ്പം രണ്ടാമത് ആ വണ്ടി തിരിച്ചുകൊണ്ടിരുന്നുണ്ട്. അതെ, ഇപ്പൊ 440 നല്ല വിൽക്കുന്ന കണ്ടിട്ട് അവര് ഹിമാലയൻ വീണ്ടും അതേ പഴയ രൂപത്തില് പുതിയ എഞ്ചിൻ നല്ല വിറ്റു. കാരണം അതാണ് ഞാൻ പറഞ്ഞ, ഇത്രയും കൊല്ലം കൊണ്ടാണ് അത് അത്ര പെർഫെക്ഷനിൽ എത്തിച്ചത്. ഹിമാലയന്റെ കാര്യം പറയാൻ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. അത് എനിക്ക് ഇറങ്ങിയ സമയത്താണെന്ന് തോന്നുന്നു, ഒരാൾ ഹിമാലയത്തിലും കണ്ടു പോയിട്ട് വണ്ടി ഷാസി മറ്റേ ഇവിടുന്ന് ഹെഡിന്റെ അവിടെ നടുവിൽ നിന്ന് പൊട്ടിപ്പോയത് ഓർമ്മ. അങ്ങനെ പിടിച്ചത് നേരെ മറ്റേ നമ്മുടെ ഇത് വരുന്ന എന്തായാലും ട്രിപ്പിൾ ക്യാമ്പ് വരുന്നതിന്റെ അവിടുന്ന് ഒടിഞ്ഞു പോയിട്ട് അത് പലർക്കും കംപ്ലൈന്റ് പറയുന്നത്. പുതിയ 450 ഇറങ്ങിയ സമയത്ത് ഷാസി ബ്രേക്ക് ഉണ്ടായിരുന്നു. അത് മറ്റേ അവന്മാര് ഇത് വെച്ചിട്ടായിരുന്നു ക്രാഷ് കാർഡ് പോട്ടെ. എന്നാൽ ഞാൻ വേറെ ഉദാഹരണം പറയാം. എക്സ്പൾസിന്റെ ആയിരുന്നു 200ന്റെ കാര്യം. 200 ആദ്യമായിട്ട് ഇറക്കിയ സമയത്ത് റെവല്യൂഷണറി ആയിട്ടുള്ള വണ്ടിയായിരുന്നു. കാരണം അത്രയും വിലക്കുറവിന് ഓഫ് റോഡിങ് ഓൺ ആക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ 2V എന്ന് പറഞ്ഞ വണ്ടി. പക്ഷെ അതിന് ഭയങ്കര കംപ്ലൈന്റ് ആയിരുന്നു, പവർ ഇല്ല, എന്തൊക്കെ ഇതിന് ഒച്ച വരുന്നു. പക്ഷെ അതിനൊരു കൾട്ട് ഫോളോയിങ് ഉള്ള ഒരു വണ്ടിയായിരുന്നു. അത് വന്ന് അവസാനം എന്ത് ചെയ്യുന്നത് 4V OBD2 എന്ന് പറയുന്ന വേർഷൻ ഡക്കാർ, അങ്ങനെ
അത്രയും ലെവലിൽ ഒരു വ്യത്യസ്ത വേരിയന്റുകളായിട്ട് കൊണ്ടുവന്ന് ഇപ്പൊ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എത്തിച്ചിരിക്കുക. പക്ഷെ എന്നാലും അത് പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ഞാൻ ഇവിടെ ഹീറോയുടെ ഷോറൂമിൽ പോയപ്പോൾ അവിടെ അവര് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്പൾസുകളിൽ കംപ്ലൈന്റ് കൂടുതൽ വരുന്നത് റാലി ബൈക്കുകൾക്കാണ്. അത് പുതുതായിട്ട് റാലി മോഡലിനാണ് കംപ്ലൈന്റ് വരുന്നത്. അതിന്റെ ട്യൂണിങ്ങിന് എന്തെങ്കിലും വിഷയം? ട്യൂണിങ് അല്ല, ഹെഡിന്റെ അവിടെ നിന്ന് എന്തോ കംപ്ലൈന്റ് വരുന്നുണ്ട്. അതാ ഞാൻ ചോദിക്കുന്നത്. അതായത് വണ്ടി ട്യൂൺ ചെയ്തതിന്റെ എന്തെങ്കിലും വിഷയമായിരിക്കും. അത് കൃത്യമായിട്ട് അറിയത്തില്ല. അവര് പറഞ്ഞ കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ എന്നിട്ടും അതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ആൾക്കാർ വാങ്ങാണ്ടിരിക്കുന്നുണ്ടോ? നമ്മള് ചിലത് നമ്മള് എന്താ പറയാ, ചില സാക്രിഫൈസുകൾ നമ്മൾ ചെയ്യണം. ചിലത് ഇപ്പൊ ഈ ഒച്ച ഞാൻ പറയട്ടെ, ഈ ഒച്ച ഒരു അതായത് വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതെ, നമ്മുടെ എക്സ്പൾസിന്റെ ആണോ? എക്സ്പൾസിന്റെ, ഹിമാലയന്റെ ആണെങ്കിലും. കാരണം ഞാൻ ശ്രദ്ധിച്ചു ഈ ഒച്ച കേൾക്കൂല. അതാ ഒന്നാമത്തെ ഇത് രസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ഈ പറയുന്ന ഈ ടാപ്പറ്റ് എന്ന് പറഞ്ഞ ഒച്ച അതൊരു ഒച്ചയല്ല, അത് സാധാ വണ്ടികളിലുള്ള ഒരു ഒച്ചയാണ്. ടാപ്പറ്റിന്റെ ഒച്ച എന്ന് പറയുമ്പോൾ മറ്റേ മരം കൊത്തുന്ന പോലത്തെ ഒരു ഒച്ചയാണ്. അത് ശ്രദ്ധിച്ചോ, ടക്ക് 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 അടിക്കുന്നു. അതാണ് പ്രശ്നമുള്ള ഒച്ച. ഇതെന്ന് പറഞ്ഞാൽ ടിക് 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 എന്നില്ല. ഇത് സാധനം ഈ സാധനം മുകളിലേക്കും താഴോട്ട് പൊങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒച്ചയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഞാൻ പറയാൻ വന്നത് ചൂട്. ആൾക്കാർ ഏറ്റവും വലിയ പ്രശ്നം ചൂട്. സാധാരണ ഒരു എയർ കൂൾഡ് വണ്ടി ഓടിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒച്ച, ഈ രണ്ട് പ്രശ്നം, അറിയാൻ പറ്റും. ഒരു ഇച്ചിരി വലിയ എയർ കൂൾഡ് എഞ്ചിൻ ഓടിച്ച ആൾക്കാർക്ക് മനസ്സിലായി ഈ ചൂടും ഈ ഒച്ചയെന്ന് പറഞ്ഞാൽ ഈ വണ്ടിയിൽ സ്വാഭാവികമാണ്. ഇത് അങ്ങനത്തെ വണ്ടികളുള്ള ഇപ്പോൾ ഹിമാലയനിലൊക്കെ ഓടിച്ചിട്ട് നമ്മളൊരു 100 കിലോമീറ്റർ 50 കിലോമീറ്റർ പോയിട്ട് ഏതെങ്കിലും ട്രാഫിക്കിൽ പോയി വണ്ടി സ്ലോ ആക്കിയാൽ അപ്പം അറിയാം തീക്കാറ്റ്. ഈ രണ്ട് സൈഡിൽ അത് ഇവിടുന്ന് കയറിയിട്ട് കാല് പൊള്ളും, അങ്ങനത്തെ തീക്കാറ്റ്. അതായത് അതില് അത്രയും ചൂട് വരുന്നുണ്ട് ആ വണ്ടിയില്. അപ്പൊ ഇതൊന്നും വലിയൊരു പ്രശ്നമല്ല. ഇതെന്താ എനിക്ക് തോന്നുന്നു ആൾക്കാർ പരാതി പറയുന്നത് ഇതിന്റെ റേഡിയേറ്റർ ഒരു സൈഡിലാണല്ലോ. സാധാരണ റേഡിയേറ്റർ നടുവിലായിട്ട് സ്പ്രെഡ്, ഇത് ഒറ്റ സൈഡിൽ വരുന്നത് എനിക്കൊന്നും ഈ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കണം. ഇപ്പൊ പിന്നെ 2V ഒക്കെ അല്ലെങ്കിൽ എക്സ്പൾസ്, നോർമൽ എക്സ്പൾസ് ഒക്കെ ഓടിച്ചിട്ട് ഇതിലേക്ക് വരുമ്പോൾ ഇതൊരു വലിയ പ്രശ്നമായിരിക്കും. ഇപ്പൊ ഈ വണ്ടിയുടെ ഒരു കുഴപ്പം ഇതായി ഞാൻ കണ്ടെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഇപ്പോ ഈ വണ്ടിക്ക് വന്നത് ഈ പവർ ഇത് കുറവാണെങ്കിലും പക്ഷെ ഇത് കൺട്രോൾ ചെയ്ത് മെരുക്കാൻ ഇച്ചിരി പാട് കൂടുതലാണ്. ടോർക്ക് ഭയങ്കര കൂടുതലായി വേണ്ട ഗിയറിങ്ങിന്റെ ഇത് കാരണം. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു റൈഡറെ സംബന്ധിച്ചിടത്തോളം ഇത് മെരുക്കി എടുക്കാൻ പറഞ്ഞ ബുദ്ധിമുട്ടാണ്. അത് വണ്ടി ഓടിച്ച് ശീലമില്ലെങ്കിൽ അതൊരു വലിയ വിഷയമാണ്. പിന്നെ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു വണ്ടി വാങ്ങുമ്പോൾ ഇതിൻ്റെ ഇതറിയില്ല. എനിക്ക് തോന്നുന്നത് എന്താ പറയുക, കമ്പനിക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം, അതായത് ഇതിൻ്റെ വെൻഡിങ് വേറെ രീതിയിൽ എങ്ങാനും മാറ്റാൻ പറ്റുകയാണ്. ഈ ചൂട് ഇപ്പം ചൂട് നേരെ നമ്മുടെ തൊടേൻ്റെ അടിയിലേക്കല്ലേ വരുന്നത്, അത് താഴേക്കോ അല്ലെങ്കിൽ വേറെ നമുക്ക് അധികം കൊള്ളാത്ത രീതിയിൽ എവിടെയൊക്കെ കളയാൻ പറ്റുകയാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകും. എനിക്ക് ആ വണ്ടിയിൽ ആകെ തോന്നിയ പ്രശ്നം സീറ്റാണ്. എനിക്ക് എന്നെക്കൊണ്ട് പറ്റാത്തൊരു കാര്യം എൻ്റെ സീറ്റിംഗ് ആണ്. കംഫർട്ടില്ല. എനിക്ക് വേറെ ഒരു കുഴപ്പമില്ല വണ്ടി ഓടിക്കാനായിട്ട്. അതൊരു വലിയ പ്രശ്നമാണല്ലോ, നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നം. അത് പരിഹരിക്കാൻ പറ്റും, പക്ഷെ കമ്പനിയിൽ നിന്ന് കിട്ടുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടില്ലേ, അത് ആ സീറ്റിൻ്റെ ആണ്. ഞാൻ അധികം ആൾക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ആൾക്കാർക്ക് അതൊന്നും ഒരു കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അല്ലല്ലോ, ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കണം. അതിപ്പോ നമ്മൾ റാലി സീറ്റ് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. പക്ഷെ എന്നാലും ഇതൊക്കെ അതായത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന കാര്യമുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഡ്രീം ബൈക്കിനെ പറ്റിയാണ്. അപ്പോൾ ഞാൻ അവസാനമായിട്ട് വീണ്ടും പറയാണ്, ശരിക്കും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഡ്രീം ബൈക്ക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ളത് ഡ്രീമാണ്, അതായത് സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങളാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. എനിക്ക് ഹയാബൂസ വാങ്ങണത്, ഓടിക്കണം എന്നുള്ളതാണ് എൻ്റെ സ്വപ്നമെങ്കിൽ അതാണ് എന്നെ പണിയെടുക്കാൻ, ആ വണ്ടി വാങ്ങാൻ. അത് ബൈക്കിന്ന് മാത്രമല്ല. ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ അപ്പനമ്മമാർക്കുടെ സ്വപ്നം എന്തായിരുന്നു? അവരുടെ ആദ്യ സ്വപ്നം പഠിച്ചൊരു ജോലി വാങ്ങുക, അവരുടെ സാഹചര്യത്തിന്. കാരണം അവരുടെ അപ്പനും അമ്മയും ബുദ്ധിമുട്ട് നേരിട്ട് അവർക്ക് ജോലി വാങ്ങുക, ആദ്യത്തെ സ്വപ്നം. അത് നേടി അടുത്ത സ്വപ്നം എന്തായി? നല്ലൊരു വീടല്ല, ഒരു ആളെ വിവാഹം കഴിക്കുക. അത് നേടിക്കഴിഞ്ഞപ്പോൾ അടുത്ത സ്വപ്നം എന്തായി? ഓക്കെ, കുടുംബമായി, മക്കളായി. ഇനി അടുത്തത് എന്താ പറയുക? ഒരു വീട്, സ്വന്തമായിട്ടൊരു വീട് വെക്കുക. അവർ ലോൺ എടുത്താണേലും വീട് വെച്ചു അവരുടെ അടുത്ത്. ഇപ്പൊ അവസാന സ്വപ്നം എന്താ? മക്കൾ ഉയർന്നു കാണുക. അവരെ ഇപ്പോഴും നയിക്കുന്ന സ്വപ്നങ്ങൾ തന്നെ എല്ലാ മനുഷ്യരും നയിക്കുന്ന സ്വപ്നമാണ്. അത് ബൈക്കെന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതം, മനുഷ്യൻ ജീവിക്കുന്നതിന്. നമ്മുടെ APJ അബ്ദുൽ കലാം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സ്വപ്നം കാണണം. എന്ത് സ്വപ്നം? ഉറക്കത്തിലുള്ള സ്വപ്നമല്ല, ഉറക്കം കെടുത്തുന്ന.
അതാ മനുഷ്യനെ മുമ്പോട്ട് പുള്ളി കണ്ണു തുറന്ന് സ്വപ്നം കാണാൻ അങ്ങനെ എന്തോ അത് ആ പുള്ളിയാണോ പറഞ്ഞത്? അറിയത്തില്ല. അതായത് കണ്ണു തുറന്ന് പുള്ളിനെ ആയിരിക്കണം. കണ്ണു തുറന്ന് സ്വപ്നം കാണാന്നുള്ള രീതിയിൽ നമ്മള് ഇതാവണം, നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ സ്വപ്നം കാണണം. അതായത് ഉറങ്ങുമ്പോ കാണുന്നല്ല സ്വപ്നം, നമ്മള് ഉറക്കം കെടുതൊക്കെയാണ്. ഒരു ബൈക്കല്ല, ഇപ്പൊ പലരുടെ ആഗ്രഹം ഞാൻ പറയട്ടെ. ഇപ്പൊ നമ്മളൊരു ഇതാണെങ്കിൽ വിചാരിക്കുന്ന ഒരു സാധാ ചെറിയ എക്സ്പൾസ് വാങ്ങുക, അല്ലെങ്കിൽ ചെറിയൊരു ഇത്, അതാവരുത് നമ്മുടെ ആഗ്രഹം. നമ്മൾ വലിയ സ്വപ്നങ്ങൾ കാണണം. നമ്മൾ ചെറുതിൽ നിന്ന് കേറി എത്തണം. ഇവൻ അയബൂസ സ്വപ്നം കാണുന്ന പോലെ ഇവനിപ്പോ നേരിട്ട് കയറി അയബൂസ വാങ്ങാൻ പറ്റില്ല. ഇവനോ നമ്മുടെ വീട്ടിൽ സമ്മതിക്കൂല, ഇവിടെ സാഹചര്യം ഇല്ല, അതെ, അതിനുള്ള സാമ്പത്തികം ഇല്ല നമ്മുടെ. അതെ. അപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഞാൻ എക്സ്പൾസ് ഓടിച്ചു, ഇനി ഞാൻ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ADV 390 കുറച്ചും കൂടെ പവർ. നമ്മൾ ഘട്ടം ഘട്ടമായിട്ട്, നമുക്ക് ഒരിക്കലും ഇവിടുന്ന് അങ്ങനെ എത്താൻ പറ്റില്ല. ഇവിടെ വീട്ടിൽ പിന്നെ അതുമല്ല അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ഇപ്പൊ ഞാനിപ്പോ ഇതിന്റെ പറഞ്ഞപ്പോ ഓർത്തൊരു കാര്യമാണ്, ഈ സ്വപ്നം എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത പൈസ മുടക്കി വലിയ വണ്ടി വീട്ടുകാരെ കൊണ്ട് വാങ്ങിപ്പിക്കുന്ന അത് എന്ന് പറഞ്ഞൊരു തോന്നിയാസാണ്, അത് സ്വപ്നമല്ല. ഏറ്റവും വലിയ അന്തസ് എന്താന്ന് പറഞ്ഞു ഇവനിപ്പോ പറഞ്ഞില്ല. ഞാൻ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞ ഏറ്റവും വലിയ കാര്യം, ഞാൻ ഓർത്തിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും പാലിക്കുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അധ്വാനിച്ച് വാങ്ങുന്നതിനെ വിലയുള്ളൂ. അതിന് വിലയുള്ളൂ. സ്വന്തം വേർപ്പടക്കി അധ്വാനിച്ച് വാങ്ങുന്നതിനെ വിലയുള്ളൂ. അതിപ്പോ എന്താ പറയാ, ഞാൻ ഇപ്പൊ എന്റെ ബൈക്ക് ഞാൻ വാങ്ങിയതാണെങ്കിലും ഇവന്റെ ബൈക്ക് ഇവൻ വാങ്ങിയതാണല്ലോ, അതിന് നമ്മൾ രണ്ടുപേരും അധ്വാനിച്ചുള്ള പൈസയും കൊണ്ട് വാങ്ങിയതാണ്. അതിപ്പോ EMI ഇട്ട് നമ്മൾ കൊടുക്കുവാണെങ്കിൽ അതിന് നമുക്കൊരു സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇതാക്കി നമ്മുടെ അധ്വാനത്തിലുള്ള ഇതാണ്. അപ്പോൾ അധ്വാനിച്ച് വാങ്ങുന്നതിലാണ് വിലയുള്ളത്. ഈ പിള്ളേർ കാണിക്കുന്ന പോലെ മറ്റേ ഇല്ലാത്ത പൈസ തുടങ്ങി വീട്ടുകാർ കൂലിപ്പണിക്കും പോയിട്ട് അവരെ കൊണ്ട് ഇതും വാങ്ങിട്ട് എന്നിട്ട് ഈ തോന്നിയാസം കാണിച്ച് ഈ വണ്ടി നോക്കാൻ, ഈ വണ്ടി വാങ്ങുന്നതിൽ ഈ വണ്ടി നോക്കാൻ മെയിൻ്റെനൻസ് ഭയങ്കര വലിയൊരു ഇതാണ്. അതെ, അതൊന്നും പിള്ളേർക്ക് ആർക്കും മനസ്സിലാവില്ല. ഈ ഡ്രീം എന്ന് പറഞ്ഞിട്ട് ഈ കണ്ട വലിയ വണ്ടിയും വാങ്ങിയിട്ട് കണ്ട കഴപ്പും കാണിച്ച് നടന്നിട്ട് വീട്ടുകാരെയും ബുദ്ധിമുട്ടിച്ച് നാട്ടുകാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി മൊത്തത്തിൽ നമ്മൾ പബ്ലിക് ന്യൂസൻസ് ആവല്ലേ. അതായത് ഈ ഞാൻ ചിന്തിക്കുന്ന ഡ്രീമിനെ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കുക, ഒരു ആംഗിളിലല്ല, ഒരു സ്റ്റെപ്പ് പോലെ ചിന്തിക്കുക. ഇത് സ്റ്റെപ്പ് നടന്ന് കാരണം ഓരോ സ്റ്റെപ്പും നമ്മുടെ ജീവിതത്തിൽ ഓരോരോ ഘട്ടങ്ങളാണ്. ഇപ്പോൾ എൻ്റെ ലക്ഷ്യം, എനിക്കിപ്പോൾ ഒരു ഹയബൂസ വാങ്ങാന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം എൻ്റെ സ്കൂട്ടർ ആക്റ്റീവ വീട്ടിലുണ്ടായ അമ്മ, ഞാനൊരു കാര്യം ചെയ്യാം അമ്മ, ഒരു മിനിറ്റ് ഇപ്പോൾ വരാം. ഞാൻ ആദ്യം വീട്ടിലുണ്ടായിരുന്ന ആക്റ്റീവ ഓടിച്ച് പഠിച്ചു. പിന്നെ വീട്ടിൽ അച്ചാച്ചൻ ആക്സസ് വാങ്ങിച്ചു, അത് ഓടിച്ച് കുറച്ചും കൂടെ പവർ കൂടിയ വണ്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ പൊന്നൻ ഹിമാലയൻ വാങ്ങിച്ചു. ഞാൻ അതിന് മുമ്പ് സ്പ്ലെൻഡർ ഓടിച്ചാണ് ബൈക്ക് ഓടിക്കാൻ പഠിച്ചത്. അതുകൊണ്ട് ഹിമാലയൻ വാങ്ങിച്ചു, അത് കുറച്ച് ഇതാക്കി അത് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബൈക്ക് വാങ്ങിച്ചു. ഇത് ഓരോരോ ഘട്ടങ്ങളാണ്. ഇനി അടുത്ത ഘട്ടം ചിലപ്പോൾ കുറച്ച് 1, 2, 3 കൊല്ലം കഴിഞ്ഞ് കുറേ ഓടിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഞങ്ങളിൽ ആരിലും ഒരാൾ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യും, ചിലപ്പോൾ 450 അല്ലെങ്കിൽ 390 അഡ്വഞ്ചറോ വാങ്ങും. അപ്പോൾ അതൊരു വലിയ ഘട്ടം. കാരണം 25 BHP നേരെ 40ലേക്ക് കയറും. അവിടുന്ന് പിന്നെ നമ്മൾ അടുത്തത് 70 ആയിരിക്കും. ഇത് ഇങ്ങനെ എത്തിയാണ് 200ലേക്ക് എത്താൻ പറ്റുന്നുള്ളൂ. ഇതല്ലാണ്ട് ഈ 8 BHP ഓടിച്ച് ആക്റ്റീവ് ഓടിച്ചിട്ട് നേരെ ഇതിലേക്ക് ചാടി കടവും വാങ്ങിച്ച് കയറുന്നതല്ല നമ്മുടെ ഡ്രീം. അതൊന്നാമത്തെ കാര്യം. അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ശീലം ഉണ്ടാവില്ല, നമുക്ക് വണ്ടികൾ ഓടിച്ചൊരു ശീലം ഉണ്ടാവില്ല. അങ്ങനെ ചെയ്യുമ്പോഴുള്ള കുഴപ്പം തരുന്ന അതെന്ന് പറഞ്ഞാൽ ഒറ്റ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ കയറല്ലേ. ഇങ്ങനെ കയറി നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല, സ്റ്റെപ്പ് വേണം നമുക്ക് നിൽക്കണമെങ്കിൽ. ഇത് നമ്മൾ ഊറും താഴോട്ട് തന്നെ അതല്ല. ഇതെന്താന്ന് പറയുക, ഇങ്ങനെ പലവർ പറഞ്ഞ വണ്ടികൾ ഓടിച്ച് ശീലം വേണം. അതായത് നമുക്ക് ശീലം ഇല്ലെങ്കിൽ നമ്മൾ 200 BHP ഉള്ള വണ്ടിയൊക്കെ ഓടിച്ച് മെരുക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഈ ആക്റ്റീവന്ന് അയബൂസ മെരുക്കാന്ന് പറഞ്ഞാൽ പറ്റൂല. നമ്മൾ ഇതേപോലെ സ്പ്ലെൻഡർ ഓടിച്ച് മറ്റേ അടുത്ത അതിൻ്റെ എന്താ അടുത്ത 150 cc ഓടിച്ച്, പിന്നെ 200 ഓടിച്ച്, 400 ഓടിച്ച്, 600 ഓടിച്ച്, അങ്ങനെ വേണം 1000-ലോട്ട് എത്താൻ. ഇത് നേരെ അതായത് മറ്റേ 50-1000-ലേക്ക് ചാടിക്കഴിഞ്ഞാൽ തീർന്നു പരിപാടി. അതായത് ഇത് എന്താ പറയാ, സ്റ്റെപ്പാണ്. ഞാൻ പറഞ്ഞത് സ്റ്റെപ്പാണ്. അതായത് നമ്മുടെ ഡ്രീം ഒരിക്കലും A to B ആവരുത്, A to Z ആവണം. അതായത് ABCD അങ്ങനെ പോയി Z വരെ എത്തണം. ഓരോ ഘട്ടമായിട്ട് പറയാൻ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് ഏറ്റക്കുറച്ചിലുകൾ വേണം ജീവിതത്തിൽ. ഒരു പൊക്കം വേണം, താഴ്ച വേണം. എന്നാലാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മാറ്റം ഉണ്ടാവുള്ളൂ. നമ്മുടെ തെറ്റുകളിൽ നമുക്ക് പഠിക്കാൻ പറ്റും. മാത്രമല്ല നമ്മൾ ചെയ്യുന്ന കാര്യത്തിന്റെ വാല്യൂ അല്ലെങ്കിൽ മൂല്യം മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഏറ്റക്കുറച്ചിൽ എന്താന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എപ്പോഴും ഒരു പൊങ്ങുമ്പോൾ അതിൻ്റെ കൊടുത്തൊരു താഴ്ചയും കൂടെ വേണം. അപ്പോഴാണ് നമുക്ക് ആ താഴ്ചയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ, പുതിയ കാര്യം പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുകളിലേക്ക് പൊങ്ങാൻ പറ്റും. എന്നിട്ട് പിന്നെ അവിടുത്തെ താഴോട്ട് പോകണം. അങ്ങനെ പൊങ്ങി തന്നാലും നമുക്ക് ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പോഴാണ് നമ്മൾ ചെയ്യുന്നതിനൊക്കെ മൂല്യം ഉണ്ടാവുന്നത് ആ സമയത്താണ്. അപ്പോൾ ഇതായിരിക്കണം സ്വപ്നം. അതായത്
ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങൾ എല്ലാവരും കാണണം. നമ്മളാരും കുറഞ്ഞ് നമ്മളെല്ലാവരും കഴിവ്. നമ്മുടെ സ്വപ്നം മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവർക്ക് ഒരു ഇവനൊരു ഭ്രാന്തനാണല്ലോ തോന്നുന്നു. അങ്ങനത്തെ സ്വപ്നം വലിയ നമ്മളൊന്നും ചെറിയ ഇതിൽ നിലനിന്ന് പോകേണ്ടവരല്ല. നമ്മൾ എല്ലാവരും വലിയ 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 ഉയർച്ചകൾ നേടേണ്ട ആൾക്കാരാണ് മനുഷ്യര്. അപ്പോൾ നമ്മളെല്ലാം വലിയ സ്വപ്നങ്ങളാണ്. അതിനൊരു സ്വപ്നം കാണുക മാത്രമല്ല, കഷ്ടപ്പെടുകയും ചെയ്യണം. ഇങ്ങനെ പറയുമല്ലോ, താൻ പാതി ദൈവം പാതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ പാതി എന്ന് പറയുന്നത് നമ്മൾ 100% കൊടുത്തിട്ട് നമുക്കുണ്ടാകുന്ന റിസൾട്ടാണ് ദൈവത്തിൻ്റെ പാതി എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണിയെടുക്കുക, നമ്മൾ ആദ്യം സ്വപ്നം കാണുക, പിന്നെ സ്വപ്നത്തിനനുസരിച്ച് എത്താനുള്ള വഴികൾ കണ്ടെത്തുക, അതനുസരിച്ച് അവസാനം നമ്മൾ പണിയെടുക്കുക. ഇത് മൂന്നും നമ്മൾ വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്താണ്ട്. ഞാൻ എന്താ പറയാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സ്വപ്നം മാത്രം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ഢിത്തരാണ്. സ്വപ്നം മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന മണ്ടന്മാരാണ്. അതെ, സ്വപ്നം കാണുന്നതിനേക്കാൾ ഇരട്ടിക്ക് പണിയെടുക്കണം. അത് നേടാനുള്ളതിൽ പണിയെടുക്കണം. എന്നിട്ട് അപ്പോഴാണ് നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാവുള്ളൂ. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പകൽക്കിനാവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു ഉപയോഗം ഇല്ലാണ്ട്. അപ്പോൾ എല്ലാവരും വലിയ സ്വപ്നങ്ങളാണ്, മല മറയ്ക്കാനുള്ള സ്വപ്നങ്ങൾ കാണുക, എന്നിട്ട് മറയ്ക്കാനുള്ള വഴികളെ കാണുക, വഴി കണ്ടെത്തി പോകുക, എന്നിട്ട് അത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തോളൂ. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ സുരക്ഷിതമായിട്ട് വണ്ടി ഓടിക്കുക. സുരക്ഷിതമായിട്ട് മാത്രമല്ല, ആസ്വദിച്ചും വണ്ടി ഓടിക്കുക. ഇല്ലെങ്കിൽ ഒരു അർത്ഥം ഉണ്ടാവില്ല. ഇതൊരു എക്സ്പീരിയൻസ് തരണ്ടേ നമുക്ക്. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം.